ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ഇനാഗ്രേഷൻ ചടങ്ങിന് പോവുകയാണ് കേട്ടോ. നമ്മുടെ രഞ്ജുമ്മയുടെ പുതിയ സലൂൺ കരുനാഗപ്പള്ളിയിൽ ഓപ്പൺ ആവുകയാണ്. കറക്റ്റ് സമയത്ത് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. മമത മേഡം ആയിരുന്നു ഓപ്പണിംഗ് ചടങ്ങിന് വന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ കരുതി രഞ്ജുമ്മയെ കാണാൻ പറ്റുമെന്നുള്ള വിഷമത്തിലാണ് അവിടെ എത്തിയത്. എന്തായാലും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് സന്തോഷമായി. രഞ്ജുമ്മ കണ്ട ഉടനെ സമയത്ത് എത്താത്തതിൻ്റെ കുറേ പരാതിയൊക്കെ പറഞ്ഞു. എങ്കിലും ഒത്തിരി സന്തോഷമായി. എല്ലാവരെയും പരിചയപ്പെട്ടു. അവിടെ നമ്മുടെ അൻസർ സാർ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് രഞ്ജുമ്മയാണ് അൻസർക്കായി എന്നെ പരിചയപ്പെടുത്തുന്നത്. കരുനാഗപ്പള്ളിയിലുള്ളതാണ് അൻസർക്ക. അപ്പം അവിടെ നിന്ന് അവരൊക്കെ ആയിട്ട് കുറേ സംസാരിക്കാൻ പറ്റി, കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അവിടെ നമ്മുടെ കരുനാഗപ്പള്ളിയുടെ ജിത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വെച്ച് എൻ്റെ പഴയകാല സുഹൃത്ത് റോബിനെ കാണാൻ പറ്റി. വളരെ സന്തോഷമായിരുന്നു കേട്ടോ അവനെ കണ്ടതിൽ. എൻ്റെ കൂട്ടുകാരനെയാണ് കണ്ടത്. ഇടാ രണ്ട് വാക്ക് പറയടാ എന്നെ കുറിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു. ഒരുപാട് കാലം കൊണ്ട് രഞ്ജമ്മയെടുത്ത് പറയുന്നത് കരുനാഗപ്പള്ളി ഒരു സലൂൺ എന്തായാലും വേണം. ഇപ്പം കണ്ടാലും ഞാൻ പറയാറുണ്ട്. കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, നമ്മള് നല്ലൊരു അക്കാഡമിയും കൂടി നമ്മൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല നമ്മള് നല്ലൊരു അക്കാഡമിയും കൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. കാരണം സാധാരണ രീതിയിൽ ഉള്ള അക്കാഡമിയേക്കാൾ ഉപരി 100% ഇന്റേൺഷിപ്പും 100% ജോലി സാധ്യതയും ഉറപ്പുവരുത്തുന്ന ഒരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും പോയി ജോലി ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സാണ് നമ്മൾ കൊടുക്കുന്ന അക്കാഡമിയിൽ. എന്തായാലും നമ്മുടെ വീഡിയോസ് കൂടുതലും കാണുന്ന ലേഡീസ് ആണ്. അപ്പൊ ധൈര്യത്തോടെ ഇങ്ങോട്ട് വരിക. എന്തായാലും രഞ്ജുമ്മയുടെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയാൽ എവിടെ ആയാലും നിങ്ങൾക്ക് ജോലി മേടിക്കാൻ പറ്റും. ഉള്ളതിനേക്കാൾ ഉപരി നമുക്ക് എപ്പോഴെങ്കിലും നമ്മളിൽ നിന്ന് കൈവിട്ടു പോയിട്ടുള്ള ആ ഡ്രീം നമുക്ക് തിരികെ പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം സുറുമിയെ പോലെയൊക്കെ ഒരു ഓൺട്രപ്രണറായിട്ട് മുമ്പോട്ട് വരാൻ, പ്രത്യേകിച്ച് ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു ലേഡി ഇത്രയും പ്രതിസന്ധികളിടയിൽ പുരുഷന്മാര് പോയി പർച്ചേസ് ചെയ്യുന്നിടത്ത് പോയി പർച്ചേസ് ചെയ്യുന്ന, അത് സെലക്ട് ചെയ്യുന്ന, അത് കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സിന്റെ ഓരോ സ്വഭാവവും നമ്മൾ ഡീൽ ചെയ്യുന്നു ഇല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാകുമല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൈനഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കാഡമിയിൽ വരാം, അഡ്മിഷൻ എടുക്കാം, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റും. ദുബായിൽ ഇപ്പൊ എന്തോ ഓപ്പൺ ഉണ്ടോ? വേറെ പുതിയതല്ലോ? ദുബായിൽ ഇപ്പൊ കരാമേല് പുതിയ ഓറ വരുന്നുണ്ട്. ഇസേസില് കഴിഞ്ഞു, ഇനിയിപ്പോ കരാമേല് വരുന്നുണ്ട്. എല്ലാവരും എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിലൊക്കെ ഒരുപാട് പേര് മടിച്ചൊക്കെ ഇരിക്കുന്ന ഒത്തിരി ലേഡീസ് ഉണ്ട്. അപ്പൊ ഒന്ന് വരിക, നിങ്ങളൊന്ന് നോക്കുക. എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളാണ്. ഇപ്പൊ +2 കഴിഞ്ഞ ഒരു ഡിഗ്രി കോഴ്സിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിലേക്കോ പോകുവാൻ എന്തായാലും ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഒരു 4 മാസത്തോളം വരും. റിസൾട്ടൊക്കെ വന്ന് അതും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ഷോർട്ട് പീരീഡിൽ ഇവർക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു വെക്കുവാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോയാലും അല്ല ഒരു നാട്ടിലേതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ പോയാലും അവർക്ക് സാറ്റർഡേ സൺഡേ ഇതൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റും. വീട്ടിൽ തന്നെ ഒരു റൂം സെറ്റ് ചെയ്ത് അവർക്ക് എല്ലാ ഫെസിലിറ്റീസും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ അപ്പൊ മാം പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരുപാട് ഡിഗ്രി കഴിഞ്ഞു, IT കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞെങ്കിലും ഈ പറഞ്ഞോട്ടൊരു സ്റ്റിച്ചിങ് പഠിക്കാൻ പോയതിന്റെ പേരിലാണ് ഇന്ന് ഞാൻ ഈ ഒരു നിലയിൽ എത്തിയത്. അപ്പൊ നമ്മൾ പഠിത്തത്തിനെക്കാട്ടിലുപരി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇനി വരുന്ന ഭാവി തലമുറ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വർഷങ്ങൾ പല കോഴ്സുകൾക്ക് കൊണ്ടുപോയി കളയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിലൂടെയാണ് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുന്നത്. എന്തായാലും സാമ്പത്തികമാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നമ്മളിലുള്ള കഴിവിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ കോസ്മെറ്റോളജി കോഴ്സ്, ഡിസൈനിങ് ഫീൽഡ്, അല്ലെങ്കിൽ സ്റ്റിച്ചിങ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പം ഒത്തിരി സന്തോഷം മാം ഇവിടെ വന്നതിൽ. ഇനി കയറാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇനി എന്റെ കസ്റ്റമർ എല്ലാ കസ്റ്റമറോടും ഞാൻ ഓൾറെഡി പറയും. മാമിന്റെ എന്തായാലും എല്ലാവരും അറിഞ്ഞു കാണും ഓൾറെഡി കരുനാഗപ്പള്ളി മാം വന്നെന്നുള്ള കാര്യം. പിന്നീട് രഞ്ജുമ്മയായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. കുറേ പോസിറ്റീവ് അനുഭവങ്ങളൊക്കെ രഞ്ജുമ്മ എന്നോട് പങ്കുവെച്ചു. അൻസർ സാറുമായിട്ടും കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് നമ്മുടെ കരുനാഗപ്പള്ളിയുടെ സുജിത്തിനെയും കൂട്ടുകാരനെയും കാണാൻ പറ്റിയത്. അവൻ ആദ്യമായിട്ടാണ് കേട്ടോ സുജിത്ത് എന്നെ കാണുന്നതും ഞാൻ അവനെ കാണുന്നതും. പക്ഷേ ഒരുപാട് നാളത്തെ പരിചയം പോലെയാണ് അവൻ്റെ സംസാരമൊക്കെ. ഒത്തിരി സന്തോഷമായി അവനുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയത്. അവൻ്റെ വിവാഹമൊക്കെ എന്നെ വിളിച്ചു, ലെറ്റർ എടുത്തുകൊണ്ട് വന്നു. ഇൻഷാ അല്ലാ ആ വിവാഹത്തിന് എനിക്ക് പോകണം. അത്രയും ഒരു നല്ല പയ്യൻ കേട്ടോ. ഒത്തിരി സന്തോഷമായി. പിന്നീട് എൻ്റെ പിള്ളേരും എൻ്റെ മോളും ഒക്കെ ആയിട്ടാണ് ഞാൻ അവിടെ
അവിടെ വന്നത് അവരും ഒക്കെ ആയിട്ട് തിരിച്ചെൻ്റെ ഷോപ്പിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും രഞ്ജോമ്മയുടെ ഓറ അക്കാഡമിയിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് റോഡ് സുപ്രീം ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുകളിലായിട്ടാണ് ഓറ വരുന്നത്. അവിടെ വരാമെന്നുണ്ടെങ്കിൽ എല്ലാ നല്ല ഫെസിലിറ്റി കേട്ടോ, ഞാൻ പോയി കണ്ടെടുത്തോളം നല്ല ഫെസിലിറ്റീസാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്കൊരു കൈത്തൊഴിലെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്കൊരു തൊഴിൽ മാർഗ്ഗമാവും, സമ്പാദ്യത്തിനുള്ളൊരു മാർഗ്ഗമാവും. അപ്പം വരാൻ ശ്രമിക്കുക. അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.